നിങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് കൺസേൺഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. നിങ്ങൾ ഒരു പാരൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെലോ പാരൻസിലോട്ടും കുട്ടികളിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മുടെ ഒരു കുട്ടി ഹൈസ്കൂളിലോട്ട് പോകുമ്പോൾ അവന് എന്തെല്ലാം കൈൻഡ് ഓഫ് സ്കിൽസ് സെറ്റ് വേണം എന്നുള്ളതാണ്, അക്കാഡമിക്കലി വേണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏറ്റവും മിനിമം മലയാളം ഇംഗ്ലീഷും അവന് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം. അത്യാവശ്യം കണക്ക് കാര്യങ്ങൾ അവന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, പ്രഥം എന്ന ഒരു NGO ഉണ്ട്. അവർ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇന്ത്യയിലുള്ള എല്ലാ വില്ലേജസിലും ടൗൺസിലും എല്ലാം സർവേ നടത്തി അവർ കൃത്യമായിട്ട് കുട്ടികളുടെ ഒരു അക്കാഡമിക് കേപ്പബിലിറ്റീസ് മെഷർ ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പുറത്തിറക്കാറുണ്ട്. ആ റിപ്പോർട്ടാണ് എയ്സർ അഥവാ ആനുവൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്നുള്ളത്. എയ്സർ 2024 സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലെ കുട്ടികൾ എസ്പെഷ്യലി അവർ കണക്കിൽ മാത്തമാറ്റിക്സിൽ എങ്ങനെ ഫെയർ ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെ ഒരു കുട്ടി 8ാം ക്ലാസ്സിലെത്തുമ്പോൾ അവന് വേണ്ട ഏറ്റവും ബേസിക് മിനിമം അവന് വേണ്ട മാത്തമാറ്റിക്കൽ സ്കിൽ എന്താണ്? 2 നമ്പറുകൾ കൊടുത്താൽ അവന് കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയണം, അല്ലേ? ഇതെങ്കിലും ഒരു കുട്ടി ഏറ്റവും നിർബന്ധമായിട്ടും ചെയ്യണമല്ലോ. അല്ലാത്തൊരു കുട്ടിയെ നമുക്ക് ഹൈസ്കൂൾ റെഡിയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്നാൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2024 എയ്സർ സർവേ പ്രകാരം നമ്മുടെ കുട്ടികൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ, അതായത് 8ാം ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികളിൽ 2 നമ്പറുകൾ ഹരിക്കാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം ഗവൺമെൻറ് സ്കൂളിൽ 31% മാത്രമാണ്, പ്രൈവറ്റ് സ്കൂളിൽ 46.2% മാത്രമാണ്. ഓവറോൾ അത് 38.5% ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മൾ ഒരു 100 കുട്ടികളെ നമ്മൾ 8ാം ക്ലാസ്സിലെ കുട്ടികളെടുത്താൽ 30 കുട്ടികൾക്ക് 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ, എസ്പെഷ്യലി ഗവൺമെൻറ് സ്കൂളിൽ. അത് പ്രൈവറ്റ് സ്കൂളിൽ 46.2% വിച്ച് ഈസ് ആൾസോ വെരി ലോ. ആക്ച്വലി പകുതിയിൽ കുറഞ്ഞ കുട്ടികൾക്ക് 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ. നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് കൺസേൺഡ് ആവേണ്ടതില്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 2022 എയ്സർ റിപ്പോർട്ട് നമ്മൾ എടുക്കാം. 2022 ഗവൺമെന്റ് സ്കൂൾസിൽ ഇത് 39.9% ആയിരുന്നു. അതായത് 9% ഡ്രാസ്റ്റിക് ഡിക്രീസ് ആണ് ഈ ഒരു 2 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രൈവറ്റ് സ്കൂൾസിൽ 54.3 ആയിരുന്നു. ഒരു 8% ഡിക്രീസ് എന്നുള്ളത് പ്രൈവറ്റ് സ്കൂൾസിലും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ചുറ്റുമുള്ള, ഞങ്ങളതിനൊരു സർവേ നടത്തിയിരുന്നു. അതായത് നമ്മൾ ബീച്ചിൽ പോയിട്ട് ഒരുപാട് സ്റ്റുഡൻസിനോട് ചോദിച്ചു, ഒരുപാട് ആളുകളോട് ചോദിച്ചു, 2 നമ്പർ കൊടുത്തിട്ട് ബേസിക്കലി ഡിവൈഡ് ചെയ്യാൻ ചോദിച്ചു. പല ആളുകൾക്കും അറിയില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ മേലെ നൽകാം, നിങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. നമുക്ക് രസകരമെന്ന് തോന്നുമെങ്കിലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിലൂടെ കിട്ടിയത്. പക്ഷെ എന്താണ് ഇതിനുള്ള റീസൺ എന്നുള്ളത്? ഇതിപ്പോൾ പല ആളുകളും ആട്രിബ്യൂട്ട് ചെയ്യുന്നത് കോവിഡ് സമയത്തോട്ടാണ്. കോവിഡ് സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അത്രയൊന്നും പഠിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് 2 നമ്പർ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. എന്നാൽ കോവിഡ് സമയത്തോട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? 2012 എയ്സർ റിപ്പോർട്ട് എടുക്കാം. 2012 എയ്സർ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ 8ാം ക്ലാസ്സിൽ 75% കുട്ടികൾക്കും, അത് ഗവൺമെന്റ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ, ഒരേപോലെ 2 നമ്പർ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയുമായിരുന്നു എന്നാണ് എയ്സർ റിപ്പോർട്ട് പറയുന്നത്. ഈ 75% നിന്ന് പകുതിയിൽ കുറവിലോട്ട് 30%-ലോട്ടുള്ള ഈ ഒരു താഴോട്ടുള്ള വരവ് നമ്മളെ വളരെ ഗൗരവത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇതൊരു 8th സ്റ്റാൻഡേർഡ് മാത്രമല്ല, 5th സ്റ്റാൻഡേർഡിനെ കുറിച്ചും 2 നമ്പറുകൾ ഡിവൈഡ് ചെയ്യാൻ ഒരു 5th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും ജനറലി ഒരു കുട്ടി പഠിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ കുട്ടികളും പഠിച്ചോണമെന്നില്ല. ബട്ട് കൺസിഡറിങ് ദാറ്റ് 2 നമ്പറുകൾ ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന ഒരു 5th കുട്ടികളുടെ എണ്ണം 12.4% ആണ് 2024 ആൻഡ് 27.6% ആണ് അത് പ്രൈവറ്റ് സ്കൂൾസിൽ 2024, 12% ആണ് അത് ഗവൺമെന്റ് സ്കൂൾസിലുള്ളത്. അതായത് നമ്മുടെ കുട്ടികൾ വളരെയധികം മാത്തമാറ്റിക്സിൽ പിന്നിലാണ്. ഇത് ഉണ്ടാക്കുന്ന കുറേ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണമല്ലോ. അതായത് മാത്തമാറ്റിക്സ് എന്നുള്ളത് നമ്മൾ ഭാവിയിലോട്ട് ഏത് ഫീൽഡിലോട്ട് പോകുമ്പോഴും വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, മണ്ടത്തരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ 2 നമ്പർ ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയണം, ഇന്നത്തെ കാലത്ത് കാൽക്കുലേറ്ററൊക്കെ ഇല്ലേ? അതല്ല അതിൻ്റെ ആവശ്യം എന്നുള്ളത്. നമ്മൾ ഏതൊരു കാര്യം ലോജിക്കലി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിവിഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങൾ അറിയുക
കഴിയുക എന്നുള്ളത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ലോജിക്കൽ തിങ്കിങ്ങുള്ള കഴിവ് കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് മാത്രമല്ല, ഫ്യൂച്ചറിൽ അവർക്ക് എത്തിപ്പെടാവുന്ന ഒരുപാട് മേഖലകളിൽ അവർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കാതെ പോകുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് IIT അഡ്മിഷൻസ് എടുക്കാം. ഈ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 17,000 സീറ്റ്സ് ആണ് എല്ലാ IIT-കളിലും കൂടിയായിട്ടുള്ളത്. എന്നാൽ ഈ IIT അഡ്മിഷൻസിൽ കേരളത്തിൽ നിന്ന് ഓരോ വർഷവും മാക്സിമം 200 ആളുകൾ അല്ലെങ്കിൽ 220 ആളുകളാണ് ഓരോ വർഷവും IITസിലോട്ട് പോകുന്നത്. അതായത് ഏകദേശം 1% ആളുകൾ. കേരളത്തിന്റെ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷന്റെ 3.5 to 6% ആണ് കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും എഡ്യൂക്കേഷനിലും ഹെൽത്തിലും എല്ലാം വളരെ മുമ്പിലാണെന്ന് കരുതുന്ന കേരളം IIT അഡ്മിഷൻസിൽ ആക്ച്വലി വളരെ പിന്നിലാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. എന്താ റീസൺ എന്നുള്ളത്? ഒന്ന്, മാത്തമാറ്റിക്സിലെ ഈ പിന്നോക്കാവസ്ഥ തന്നെയാണ്. കാരണം ഒരു JEE പോലത്തെ എക്സാമിൽ ടോപ്പ് റാങ്ക്സ് ഡിസൈഡ് ചെയ്യുന്നത് മാത്സിൽ നിങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഏത് എക്സാം എടുക്കുക, അതായത് ഒരു UPSC എക്സാം എടുക്കുക, സിവിൽ സർവീസ് എക്സാം എടുക്കുക. സിവിൽ സർവീസ് എക്സാമിന്റെ CSAT പേപ്പർ ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ആണ്. ഈ പരീക്ഷ പാസ്സാവാത്ത കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ഈ അടുത്ത് വന്ന CUT അഥവാ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് എടുക്കുക. ഒരു 2 വർഷം മുമ്പേ നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ ഫാമിലീസിൽ ഒരുപാട് ആളുകൾ ഡൽഹി പോയി പഠിച്ചിരുന്നു, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും JNUയിലൊക്കെ പഠിച്ചിരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ അഡ്മിഷൻ മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ +2 മാർക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു പരീക്ഷ വന്നു. ഈ ഒരു പുതിയ പരീക്ഷ വന്നതോട് കൂടിയിട്ട് എന്തായി മാറി? ഈ ഓരോ വർഷവും 2500 കുട്ടികൾ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ എടുത്തിരുന്നത് വെറും 340 ആയിട്ട് കുറയുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത്. അത് വളരെ സീരിയസ് ആയിട്ടൊരു കൺസേൺ ആണ്. നമ്മുടെ കുട്ടികളുടെ ഒരു ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതകളെ വളരെയധികം പരിമിതപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ പിന്നിലാണ് എന്നുള്ളത്. ഈവൻ മാത്സ് വളരെ വലിയ വിഷയമായിട്ട് വരാത്ത നീറ്റ് പോലത്തെ പരീക്ഷകളിൽ പോലും ടോപ്പ് റാങ്കേഴ്സ് നമുക്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് ഫണ്ടമെന്റലി നമ്മുടെ മാത്തമാറ്റിക്സിൽ വീക്കാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ വീക്ക് ആവുന്നത്? എസ്പെഷ്യലി സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസ്. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുക. പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മളൊരു NCERT സിലബസ് അല്ലെങ്കിൽ തമിഴ്നാട് സിലബസ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാഠങ്ങളുടെ ടൈറ്റിലൊക്കെ സെയിം ആണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ കണ്ടന്റിലോട്ട് ഇറങ്ങുമ്പോൾ ഒട്ടും പ്രോബ്ലം ഓറിയന്റഡ് അല്ല. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ലാംഗ്വേജ് നമ്മൾ വായിച്ച് പഠിക്കണം, എഴുതി പഠിക്കണം, അല്ലേ? ലാംഗ്വേജ് ആ ഒരു ക്രിയേറ്റീവ് എബിലിറ്റിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചെടുക്കേണ്ടത് റൈറ്റിങ്ങിലൂടെയാണ്, റീഡിങ്ങിലൂടെയാണ് പഠിച്ചെടുക്കേണ്ടത്. മാത്സ് എന്നാൽ പഠിച്ചെടുക്കേണ്ടത് റൈറ്റിങ്ങിലൂടെയോ റീഡിങ്ങിലൂടെയോ അല്ല, പ്രോബ്ലം സോൾവിങ്ങിലൂടെയാണ്. എന്നാൽ മാത്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്കൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണ് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ആക്ച്വലി കിട്ടുക. ഇപ്പോൾ ഇത്തവണത്തെ +1 മാത്സ്, ഫിസിക്സ് ചോദ്യ പേപ്പറുകൾ നിങ്ങൾ നോക്കുക. അപ്പോൾ സിലബസിൽ എന്തുണ്ട്? വലിയൊരു പ്രശ്നം ഫണ്ടമെന്റലി ഉണ്ട്. ഇത് ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ചോദ്യ പേപ്പറുകളും മൂല്യനിർണ്ണയമാണ്. ഇത്തവണത്തെ +1 അല്ലെങ്കിൽ SSLC പരീക്ഷാ പേപ്പറുകളൊക്കെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നതാണെന്ന് കാണാൻ സാധിക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന, അവരുടെ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു എക്സാം പേപ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എക്സാം പേപ്പേഴ്സ് വളരെയധികം ഈസി ആവുന്നതോട് കൂടിയിട്ട് പലപ്പോഴും മാത്സ് പേപ്പർ അല്ലെങ്കിൽ ഫിസിക്സ് പേപ്പർ കണ്ട ഇംഗ്ലീഷ് പേപ്പറാണ് നമുക്ക് തോന്നും. ഡിഫൈൻ ദിസ്, ഡിഫൈൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലക്കും ഒരാളുടെ പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ എക്സാം പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് ഒരു തോന്നൽ വരികയാണെന്ത്, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി, ഇത്രയൊക്കെ പഠിച്ചാൽ കിട്ടും എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ ആവർത്തിച്ചാൽ വരുന്നത്, അത് മാത്രം പഠിച്ചാൽ തന്നെ എനിക്ക് നന്നായി മാർക്ക് കിട്ടും, ഉദാരമായിട്ടുള്ള മൂല്യനിർണ്ണയം, ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ വലിയ വിഷയങ്ങളൊന്നുമില്ല, എനിക്ക് നന്നായി പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഒരു കുട്ടിക്ക് വരുന്നതോട് കൂടിയിട്ട് ഇത് കുട്ടിയെ നന്നായിട്ട് ബാധിക്കുന്നു, അവൻ്റെ അക്കാഡമിക്സിനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ കുട്ടികളെ സിസ്റ്റമാറ്റിക് ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2012 75% ആളുകൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയുന്നത് 2024 ആകുമ്പോഴേക്ക് അത് 31% ആകുന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രക്ഷനാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മൾ കാണുന്നത്. എഞ്ചിനീയറിംഗിൽ KTയുടെ പാസ് പെർസെൻറ്റേജ് എടുത്താൽ പല കോളേജുകളിലും 0% ആണ് അവരുടെ പാസ് റേറ്റ് എന്നുള്ളത്. 50% ആളുകൾ മാത്രമേ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നുള്ളൂ. നിങ്ങൾ കേരള എൻട്രൻസ് എടുക്കുക. കേരള എൻട്രൻസിൽ 300-ൽ 10 മാർക്കാണ് ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടത്. 10 മാർക്ക് 3 ക്വസ്റ്റ്യൻ ഒരു കുട്ടി അറ്റംപ്റ്റ് ചെയ്താൽ മതി. എന്നാൽ 10 മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വെറും 66% മാത്രമാണ്. +2 സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് അവന് കീമിൻ്റെ മാത്സ് പേപ്പറിൽ 10 മാർക്ക് പോലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദുരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷനെ നമ്മളിങ്ങനെ
സിസ്റ്റമാറ്റിക്കലി നമ്മളിങ്ങനെ കീറി മുറിച്ച് അവരെ നമ്മൾ എന്താ പറയുക, അവരെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വലിയ പ്രത്യാഘാതങ്ങളാണ്. നമ്മളൊരു നോളജ് എക്കോണമി ഒക്കെ ആവണം എന്ന് പറയുന്നു. നമ്മുടെ AI ബേസ് ചെയ്തിട്ടുള്ള, മെഷീൻ ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഇവിടെ വരണമെന്ന് പറയുന്നു. എന്നാൽ മാത്തമാറ്റിക്സ് അറിയാത്ത കുട്ടികളിൽ നിന്ന്, ലീനിയർ ആൾജിബ്ര അറിയാത്ത, കാൽക്കുലസ് അറിയാത്ത, പ്രോബബിലിറ്റി അറിയാത്ത കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് AI പുതിയ അൽഗോറിതംസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്പനീസൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസിലൂടെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കുക? ഇത് വളരെ കൺസേണിംഗ് ആയിട്ട് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ള കുട്ടികളെ വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഈവൻ ആഡ് ചെയ്യാനൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. നമ്മുടെ കുട്ടികളുടെ ഒരു ലെവല് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റമാണ് ആക്ച്വലി അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ X&Y ലേണിങ്ങിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. X&Y ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം വരുന്ന ഒരു കുട്ടിക്ക് ചെയ്യുന്ന എന്താ, ഒരു ബേസിക് മാത്ത് കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മാത്സിൻ്റെ ഫണ്ടമെന്റൽസ് ശരിയാവാതെ മാത്സിൻ്റെ ഒരു ഹയർ കൺസെപ്റ്റ് പഠിക്കാൻ സാധിക്കില്ല. അരിത്മെറ്റിക് ഓപ്പറേഷൻസോ ആൾജിബ്ര അറിയാതെ ഒരാൾക്ക് ട്രിഗ്നോമെട്രി പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിലൂടെ കുട്ടിയെ ആദ്യം കൊണ്ടുപോയിട്ട് ബേസിക് മാത്തിലൂടെ കൊണ്ടുപോയിട്ട് പിന്നെ മാത്സ് സ്ട്രോങ് ആവണം. ഒരു 6 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. ഈ മാത്സ് സ്ട്രോങ് ആയാൽ മാത്രമേ ഭാവിയിൽ അവർക്ക് നല്ല കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ അവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള ഒരു റെഡിനെസ് പ്രോഗ്രാമാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ടുള്ള ഫസ്റ്റ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്, ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ സിസ്റ്റത്തെ ഉള്ളിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, പാരലൽ സിസ്റ്റംസ് നമ്മൾ ബിൽഡ് ചെയ്തേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് വന്ന് ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ ലീഡ് ചെയ്യുന്ന IITinsഉം NITinsഉം ഡോക്ടേഴ്സും ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, അവരെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ എത്തിക്കണം. ഈ നല്ല സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറുക, അവർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, അവർക്ക് ബെസ്റ്റ് എക്സ്പോഷർ ഉണ്ടാവുക, അവർ നാളെ ഫ്യൂച്ചറിൽ നമ്മുടെ ലീഡേഴ്സായിട്ട് മാറുക. അപ്പോൾ ഇതൊരു നോർമൽ ട്യൂഷൻ പ്രോഗ്രാം അല്ല. ഇത് നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചത് തത്തമ്മേ പൂച്ച പോലെ വീണ്ടും പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. കുറച്ചൊരു എഫേർട്ട് ഇട്ടിട്ട് കുട്ടികളെ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് താഴെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇത്തരം ഫ്ലോസിനെതിരെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ വീഡിയോ, ഈ സ്റ്റാറ്റ്സ് ഓരോ പാരൻസിനും ഷെയർ ചെയ്യണം, ഓരോ അധ്യാപകർക്കും ഷെയർ ചെയ്യണം, ഓരോ കുട്ടിയും ഇത് കാണണം. നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് അവെയർ ആവണം. അവെയർ ആയാൽ മാത്രമേ നമുക്ക് നാളെ ഒരു ബെറ്റർ സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് അലോട്ട്.